ശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട്, കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് മത്സരം കടുക്കുകയാണ്. ബിജെപിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ശോഭാ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. ബിജെപിയുടെ ക്രൗഡ് പുള്ളർ. പാലക്കാട് അത്ഭുതങ്ങൾ വിരിയിക്കും എന്നതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം, പാലക്കാട് എടുക്കുവോ? പാലക്കാട് തരും. കാരണം അപേക്ഷിച്ചിട്ടുണ്ട്. അവരോട് സഹോദരി സഹോദരന്മാരോട് എന്റെ അഭ്യർത്ഥന, ഒരു 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു MLA ആയിട്ട് പോവാനല്ല, നമുക്ക് 700 കോടിയുടെ വികസന പദ്ധതികൾ 100 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ നൽകും എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പാലക്കാട് വന്ന് ഇവിടുത്തെ സഹോദരി സഹോദരന്മാരോട് അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പാലക്കാട് കേട്ടുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് കൂടുതൽ പ്രതീക്ഷയായി. കാരണം BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെ സൃഷ്ടിക്കുക എന്നുള്ളതും അതിൽ പാലക്കാടുമായിട്ടുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് മോദിജി സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്. വാരണാസി കാശി വിശ്വനാഥന്റെ സ്ഥലമാണ്. ഞാനിവിടെ പാലക്കാടിലും കൽപ്പാത്തിയിൽ, കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്, ഞാൻ ഈ കൽപ്പാത്തിയെയും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങി. പിന്നീട് അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ എങ്ങനെ കേരളത്തിൽ മുന്നേറ്റം കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചുള്ള സൂചന നൽകി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടത്, അവർക്ക് ചിരപരിചിതയായിട്ടുള്ള ഒരാളാണ്. 2014 പാർലമെന്റിൽ മത്സരിച്ചു, വോട്ട് അവർ ഡബിളാക്കി തന്നു. അത് കഴിഞ്ഞ് 2016 മത്സരിച്ച് 22,000 40,000 ആക്കി തന്നു. ആ സമയത്തെല്ലാം തന്നെ ഒരു B+ മണ്ഡലമായിരുന്നു. ഇന്നത് A+ മണ്ഡലത്തിൽ എത്തി നിൽക്കുകയാണ്. ആ A+ മണ്ഡലത്തിൽ നിങ്ങളുടെ ഈ സമൂഹത്തിന്റെ ശോഭയുടെ കെമിസ്ട്രി കൂടി വർക്കൗട്ട് ആവുമ്പോൾ ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. പാലക്കാട് തരും എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും BJP വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമായി ശോഭ മത്സരിക്കുന്ന പാലക്കാട് മാറിയിട്ടുണ്ടോ? അല്ല, ഞാൻ മത്സരിക്കുന്നത് എന്നുള്ളതല്ല, എന്റെ പ്രസ്ഥാനം മത്സരിക്കുന്ന പാലക്കാട്. എപ്പോഴും ശോഭയെ വിനിയോഗിച്ചിട്ടുള്ളത് 4,000 5,000 വോട്ടുള്ള സ്ഥലത്ത് പോകാൻ പറയും, ഞാൻ പോവും, ഒരു മടിയും ഉണ്ടാവില്ല. പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ശോഭ 9 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ശോഭ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിപ്പിക്കും എന്നുള്ളതാണ്. അത് ഇവിടുത്തെ മാത്തൂരിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെ കർഷക കുടുംബങ്ങൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സിസ്റ്റുകാരന്റെ മകൻ BJPയിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുടുംബം മുഴുവൻ BJPയിലായി. ആ 2 വീടുകളിലും എനിക്ക് ഭക്ഷണം നൽകി. എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കർഷകരുടെ ആത്മാഭിമാനത്തിന് ഒരിക്കലും വില പറയാതിരിക്കുക, കർഷകരുടെ ആത്മാഭിമാനത്തെ നെഞ്ചോട് ചേർക്കുക. അതിന് ശോഭാ സുരേന്ദ്രന് സാധിക്കും എന്നാണ് അവര് പറയുന്നത്. ഇതിപ്പോ വന്നിറങ്ങുമ്പോ തന്നെ ശോഭ ഒരു വിജയപ്രതീക്ഷ, BJPയുടെ വലിയ സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ പ്രചരണം ബാക്കിയുള്ളൂ. ആ തുടക്കത്തിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ പ്രതീക്ഷ കൂടുകയാണോ അതോ മത്സരം കൂടുതൽ ടൈറ്റ് ആവുകയാണോ? പ്രതീക്ഷ കൂടുകയാണ്. മത്സരത്തിന് യാതൊരു കാഠിന്യവും ഇല്ല. കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് കർഷക ഗ്രാമങ്ങളിൽ പാടശേഖര സമിതിയുടെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കാർഷിക വകുപ്പ് മന്ത്രി സംസാരിക്കും. 6-ാം തീയതി വരുന്നത് രാജ്യം കണ്ട അദ്വിതീയനായിട്ടുള്ള കർഷകരെ നെഞ്ചോട് ചേർത്തിട്ടുള്ള 15 വർഷക്കാലത്തിലധികം ഒരു വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്ന, എല്ലാവരും മാമാജി എന്ന് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വലിയൊരു ലീഡർ, അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹം മാത്തൂരിലോ പിരായിരിയിലോ കണ്ണാടിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് പ്രസംഗിക്കും. അത് 6-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഈ മത്സരം ഞങ്ങൾ വെന്നിക്കുടി പാറിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രി വരുന്നു, പ്രധാനമന്ത്രി ആദ്യം വരുന്നു. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഈ വടക്കന്തറയിൽ ഉണ്ടായിട്ടുള്ള സംഭവം അതിനൊരു ശോഭ കെടുത്തിയില്ലേ? അല്ല, നോക്കൂ, വടക്കന്തറയിൽ ആ സംഭവം ഉണ്ടാവാൻ കാരണം എന്താണ്? അന്ന് രാവിലെ UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ എന്താണ്? ബലാത്സംഗം വ്യക്തിപരമാണ് എന്നാണ്. ആണോ? ബലാത്സംഗം എന്ന് പറയുന്നത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയെ അപമര്യാദയായി ഒരാൾ നോക്കുകയോ വ്യവഹരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ആ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുകയാണ്. ഇന്ന് പോലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്നലെ എന്താ കേട്ടത്? അതായത് ദളിത് പെൺകുട്ടി, അവൾക്ക് 22 വയസ്സേ ആയിട്ടുള്ളൂ, അവളെ പിച്ച് ചീന്തി എറിഞ്ഞു. എന്നെ പിച്ച് ചീന്തി എറിയുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് ഷാഫി പറമ്പലിന് ആശാനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആശാനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥി വളരെ എന്ത് സ്റ്റേറ്റ്മെന്റാണിത്? കേരളത്തിലെ കിളിരൂരും കവിയൂരും ചർച്ച ചെയ്യപ്പെട്ട നാടാണിത്. ആ 2 പെൺകുട്ടികൾ, അവരുടെ ദുർമരണം നമ്മൾ കണ്ടതാണ്. കവിയൂരിലെ അനഘയാണെങ്കിലും കിളിരൂരിലെ ശാരിയാണെങ്കിലും പിടഞ്ഞു വീണ് മരിച്ചത് ഇതുപോലെയുള്ള സ്ത്രീ ലംബടന്മാരുടെ ഇടയിലാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇവിടെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞില്ലേ, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാടിൽ എന്നല്ല, കേരളത്തിൽ ഒരു കുട്ടിക്കും
അമ്മയില്ലാത്ത സാഹചര്യം ഉണ്ടാകില്ല, ഞാൻ അവരുടെ കരുതലായി വർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ പ്രതിഷേധമാണ് ഉണ്ടായത്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്താണ് മീഡിയയോട് പറയുന്നത്? നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം കനത്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ തെറിവിളി ഉണ്ടായപ്പോൾ അവിടെ നിന്നിരുന്ന വാർഡ് കൌൺസിലർ ഇടപെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. നരേഷൻ വേറെയാണ്. തീർച്ചയായും. പക്ഷേ ഇതിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോ ഒരു തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അയാളുടെ ജനാധിപത്യ അവകാശം തടഞ്ഞു എന്ന നിലയിൽ വന്നു. അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുക എന്നതല്ലേ യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ചെയ്യേണ്ടത്? അല്ല, ജനാധിപത്യത്തെയല്ല തടഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ പ്രതികരിക്കണം, ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. തന്റെ കൂടെ നിൽക്കുന്നയാളാണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ആ ദൃശ്യം കണ്ട ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. ഒന്ന്, ആ കടമ നിർവഹിക്കേണ്ടത് അദ്ദേഹമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ഇവിടുത്തെ അമ്മമാരോടും പെൺകുട്ടികളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ അതല്ല കരുതിയത് എന്ന് പറയാൻ തയ്യാറാകണം. അതിനുള്ള വിവേകമുണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വീണ്ടും ലുകളെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് ഇവിടുത്തെ സ്ത്രീകളുടെ സ്വത്തുബോധത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നം ഉയർത്താൻ വേണ്ടിയിട്ടല്ല ഓരോ സ്ഥാനാർത്ഥികളും മത്സരിക്കേണ്ടത്. അതുകൊണ്ട് സാമാന്യ മര്യാദയുണ്ടെങ്കിൽ, സാമാന്യമായിട്ടുള്ള ബോധമുണ്ടെങ്കിൽ ഈ നറേഷൻ ക്രിയേറ്റ് ചെയ്യാതെ ഇവിടുത്തെ സ്ത്രീത്വത്തോട് മാപ്പ് പറയുക. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അതായത് സ്വന്തം പാർട്ടിയിൽ സൈബർ ഇടത്തിൽ ശൈലജ ടീച്ചർ ആക്രമിക്കപ്പെട്ടപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാത്ത ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ. ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 150ഓളം വരുന്ന മാർക്സിസ്റ്റുകാർ വലിയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി എന്നെ തടയാൻ വന്ന ദൃശ്യം മാധ്യമങ്ങളുടെ പഴയകാല പിക്ചറിൽ ഉണ്ടാവും. അത് നിങ്ങൾ തെരഞ്ഞെടുക്കണം. അങ്ങനെ വടിവാളുമായിട്ട് വന്ന് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ പൊതുനിരത്തിൽ എന്നെ തടയുകയും ചെയ്തതിനു ശേഷം മിണ്ടാത്ത ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അല്ലല്ല, ബി.ജെ.പി അതല്ല ചെയ്തത്. ഇവിടുത്തെ മുഴുവൻ അമ്മമാരുടെയും കുത്തകപ്പാട്ടം ബി.ജെ.പിയുടെ കയ്യിലല്ല. ഇവിടുത്തെ അമ്മമാർ തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ സ്ത്രീ ലംബടന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അനുകൂലമായി അമ്മമാർ ചിന്തിക്കില്ല. പാലക്കാട് അതിന്റെ പ്രതിഷേധമാണ് ഉണ്ടായത്. ഞങ്ങൾ എന്ത് പഴിച്ചു? ഇവിടെ ഞാൻ ഇന്ന് പാലക്കാട് കോട്ടയിൽ പോയിരുന്നു, ആളുകളെയൊക്കെ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ബി.ജെ.പിക്ക് അനുകൂലമായ സാഹചര്യമാണ്. ബി.ജെ.പിക്കാരാണ് പറയുന്നത് ബി.ജെ.പിക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നു. ശോഭ ചേച്ചി ജയിക്കുമെന്നായപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഇത്തരം കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നത്, അതാണ് വടക്കന്തരയെ കണ്ടതെന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ലെങ്കിൽ സാധാരണക്കാർ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, അത് വടക്കന്തരയിലെ ബി.ജെ.പിക്കാരല്ല. ബി.ജെ.പിക്കാര് എന്നുള്ള വ്യാജേന ഇവിടെ കുറെ ആളുകൾ അന്യ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതായത് UDF സ്ഥാനാർത്ഥി വരുത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ആത്മാഭിമാന ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തന രംഗത്തില്ല. പല കോൺഗ്രസ്സുകാരുടെയും വീടുകളിലേക്ക് ബി.ജെ.പി സ്ഥാനാർത്ഥിയെ വിളിച്ച് ചായ തരികയാണ്. അപ്പൊ അതുകൊണ്ട് ബി.ജെ.പിയുടെ വേഷം കെട്ടിക്കൊണ്ട് ആരും പ്രതികരിക്കേണ്ട. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ അമ്മയും ഓരോ രീതിയിലാണ് പ്രതികരിക്കുക. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ചടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വൃത്തികേട് പറഞ്ഞ ഒരു UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ എന്തായിരിക്കും ഇവിടെ നടക്കുക എന്നതിനെ കുറിച്ച് ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒറ്റ പോയിന്റേ ഉള്ളൂ, ഞങ്ങളെപ്പോലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന ഒരു പാർട്ടി വേറെ ഏതാണുള്ളത്? ആരാ ഈ സംസാരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയോ? ഒരു ഇരുമ്പുമറ ഉണ്ടാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷന് വേണ്ടിയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച, ജീവിതം മുഴുവൻ ഹോമിച്ച, കുടുംബം നോക്കാത്ത, കുട്ടികളെ നോക്കാത്ത, പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സ്വീകരിച്ച സ്ത്രീകൾക്ക് പോലും ടിക്കറ്റ് കൊടുക്കാതെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അവരുടെ പാർട്ടിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ വിഷയമൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഈ വിഷയം എന്താണ്? അത് അവരുണ്ടാക്കിയ ഒരു നാടകമാണ്. എന്തിനാണ് തെറി പറയുന്നത്? കൂടെ നടക്കുന്നവർ സ്ത്രീത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പച്ചത്തെറിയാണ് വിളിച്ചത്. എന്താ അതിനെ UDFന്റെ സ്ഥാനാർത്ഥി എതിർക്കാതിരുന്നത്? ഇപ്പോ ഞങ്ങൾ ദേശീയ വനിതാ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇടപെടണം. ദേശീയ വിമൻ കമ്മീഷൻ പരാതി കിട്ടി 24 മണിക്കൂറിനകം ഈ പാലക്കാടിലെ SP-ക്ക് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിപ്പോ ശോഭാ സുരേന്ദ്രൻ 2016 മത്സരിക്കുമ്പോഴാണ് സമാനമായ സാഹചര്യം ഷാഫി പറമ്പിൽ ഉണ്ടാകുന്നത്. ഇതേ സ്ഥലത്ത് ഷാഫി പറമ്പിൽ തടയപ്പെടുന്നു. അപ്പോൾ അത് ഷാഫിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി. ഇപ്പോ സമാനമായ നിലയിൽ ഇങ്ങനെ ഒരു സാഹചര്യം, അത് പിഷാരടിക്ക് ഇതുവരെയുള്ള ആളുകളുടെ അകൽച്ച മാറ്റി അയാളോട് ഒരു അനുഭാവം തോന്നുന്നതിന് ഇടയാക്കി എന്ന തരത്തിൽ കാണുന്നുണ്ട്. അല്ല, ഇത് UDF സ്ഥാനാർത്ഥിയുടെ ഈ നാടകം, ഇത് കലാപരിപാടിയല്ല. സാധാരണഗതിയിൽ നടത്തിയിട്ടുള്ള കലാപരിപാടികളിൽ ഒരു ആക്ഷൻ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇത് 8 നിലയിൽ പൊളിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാത്രവുമല്ല, ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന അമ്മമാർ തെരുവിലെല്ലാം ഉണ്ട്. എത്രയും പെട്ടെന്ന് മാപ്പ് പറയുക, ഈ കാര്യം അവസാനിപ്പിക്കുക. ഈ ദിവസങ്ങൾ മാത്രമുള്ളപ്പോ ബി.ജെ.പിയുടെ പ്രധാന എതിരാളി മണ്ഡലത്തിൽ ആരാണ്? അല്ല, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഒരു ത്രികോണ മത്സരം ഉണ്ടാകണമെന്നാണ്. ആ ത്രികോണ മത്സരം ഇവിടെയുണ്ട്. ആ ത്രികോണ മത്സരത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രതിയോഗികളില്ല. ഇത്തവണ ഒരു ഡീൽ ഞാൻ വെച്ചിട്ടുണ്ട്. കോൺഗ്രസുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും വോട്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരും. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കും.
ഇവിടെ രണ്ടാം സ്ഥാനത്ത് പോകാൻ പോകുന്നത് ആരാണ്? അല്ല, അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഒന്നാം സ്ഥാനത്ത് 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ പാലക്കാടിന്റെ ശോഭയുണ്ടാകും എന്നുള്ളതാണ്. മൂന്നാം സ്ഥാനത്ത് ഏറ്റവും അവസാനം പോകുന്ന ആരായിരിക്കും? അല്ല, അതിനെക്കുറിച്ച് നമ്മൾ പ്രൊഡിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് അറിയുമോ, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല. ഇന്നലെ കണ്ടവർ BJP പാളയത്തിലേക്ക് വരുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ നമ്മുടെ BJPയോടൊപ്പമാണ്, ആന്റണിയുടെ മകൻ BJPയോടൊപ്പമാണ്. ആരാണ് എപ്പോഴാണ് ഈ BJPയുടെ കൊടി പിടിക്കാൻ വരിക എന്ന് യാതൊരു നിശ്ചയമില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യമൊക്കെ ഇവിടെ ഭാവിയിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ നേതാവാണല്ലോ. സംസ്ഥാനത്ത് BJP എത്ര സീറ്റ് പിടിക്കുമെന്നാണ്? ഞങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാൻ 30 മണ്ഡലത്തിൽ 30-നും 35-നും ഇടയിലുള്ള മണ്ഡലത്തിൽ ഞങ്ങൾക്ക് 30,000-ത്തിലധികം വോട്ടുണ്ട്. അതുപോലെ തന്നെ 40,000-ത്തിലധികം വോട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഇവിടെ നടത്തും. ഇടത്തോട്ടും വലത്തോട്ടും അല്ലാതെ നേർരേഖയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു BJPക്ക് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി വേണം. ഇവിടെ NDAക്ക് BJPക്ക് ഒരു മുഖ്യമന്ത്രി വേണം. ഇവിടെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി വേണം. എന്താ നിങ്ങളുടെ ശോഭ ഏതെങ്കിലും ഒരു മന്ത്രിയായാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഇവിടെ ഭരണം പിടിക്കുമെന്നാ പറയുന്നത്. ഭരണം പിടിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനം അതിന് സജ്ജമായി കഴിഞ്ഞു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ 30 സീറ്റ് പിടിക്കും, ഭരണം പിടിക്കുമെന്നാണ്. അല്ല, എന്തുകൊണ്ട്? അതായത് ഒരു ലോറിയിൽ കയറ്റാൻ ആളില്ലാത്തവരും ഇവിടെ മന്ത്രിമാരായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ലോറിയിൽ കയറ്റാൻ ആളില്ലാത്ത പാർട്ടികൾ ഇന്ന് BJPയെ സംബന്ധിച്ച് 20%-ലധികം വോട്ട് വ്യാപകമായിട്ടുണ്ട്. 28%-ഓളം വോട്ട് അത് പാലക്കാടുണ്ട്. 29%-ഓളം വോട്ട് തൃശ്ശൂരിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ആറ്റിങ്ങലിലുണ്ട്. വ്യാപകമായി BJP വളരുകയല്ലേ. 2.5% വോട്ടിൽ നിന്ന് ത്രിപുരയിൽ മുഖ്യമന്ത്രി ഉണ്ടാകാമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നു നീങ്ങണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയിരിക്കുന്ന ജനത പാലക്കാട് ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ച് ശോഭ ഒരു താമരപ്പൂവും പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് നടന്നു പോകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോ BJP 30 സീറ്റ് പിടിക്കും, അധികാരം പിടിക്കുമെന്നുള്ള നിലപാട്? BJP തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ ഒരു മാറ്റത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ശരി, ഇവിടെ അധികാരം പിടിക്കാനാണ് മത്സരിക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു മന്ത്രിയായാൽ എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി പ്രചരണം തുടരുകയാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 8.